ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും അവസാനം അറസ്റ്റിലായിരിക്കുന്നത് തന്ത്രിയാണ്. ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണോ എന്ന് സംശയം. കാരണം എല്ലാം തന്ത്രിയുടെ മേൽ കൊണ്ടുവന്ന് ചുമത്തുക. ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് തന്ത്രിക്ക് അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണ്, പിതൃസ്ഥാനീയനാണ്. ശബരിമലയിൽ ഏത് കാര്യം തുടങ്ങണമെങ്കിലും ഭഗവാന്റെ അനുജ്ഞ വാങ്ങണം. അതെ, ഇത് തന്ത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അനുജ്ഞ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ആദ്യം കുറ്റക്കാരൻ തന്ത്രിയായിട്ടാണ് പലരും ഇപ്പോൾ ചിത്രീകരിച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നു തന്ത്രിയുടെ മേൽ പലതരത്തിലുള്ള സമ്മർദ്ദവും ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതെ, ഈ തന്ത്രി രാജീവിൻ്റെ നേരെയാണ് ശബരിമല യുവതീ പ്രവേശ സമയത്തുണ്ടായ പ്രശ്നം. അതായത് യുവതികളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നടയടച്ച് ശുദ്ധിക്രിയകൾ വരുത്തി. അതിൽ അമർഷമുണ്ട് ഇപ്പോഴും പിണറായി വിജയന്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു പകവീട്ടലാണോ? തീർച്ചയായിട്ടും ഇതൊരു പകവീട്ടൽ ആണെന്ന് നിഗമനിക്കും. നമുക്ക് അത് വിചാരിക്കാം. കാരണം അന്ന് ഈ ആചാരലംഘനം നടന്ന സമയം സമ്മർദ്ദം ബോർഡിൽ നിന്നും സർക്കാരിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഉണ്ടായി, ഇവരെ കയറ്റണമെന്ന്. അന്ന് തന്ത്രിക്കെതിരെ പത്മകുമാർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാലും പത്മകുമാർ തന്ത്രി ഒരു സമവാക്യമുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത്. ഞാനും കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രതിഷ്ഠിച്ച തന്ത്രി കുടുംബം, അതാണ് അവിടുത്തെ ആചാരവും അനുഷ്ഠാനവും അതിൻ്റെ കീഴ്വഴക്കം ആ കുടുംബത്തിൽ നിന്ന്, താഴമൺ കുടുംബത്തിൽ നിന്ന് വരണം. അപ്പം കണ്ഠരര് രാജീവരെ അമിതമായ സമ്മർദ്ദം വന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റി അദ്ദേഹത്തിൻ്റെ പരികർമ്മി ആക്കണമെന്ന ബോർഡോ മന്ത്രിസഭയിൽ നിന്നോ പറയാതെ അദ്ദേഹം ധൈര്യമായിട്ട് ചെയ്യുമോ? അവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡ് പോലും സർക്കാരിൻ്റെ പ്രതിനിധികളും പുറത്തു നിന്നുള്ളവരുമാണ് ഇൻ്റർവ്യൂ ബോർഡ് ചെയ്യുന്നത്. തന്ത്രിക്ക് മാത്രം അതിന് അവകാശമില്ല. സർക്കാർ പറയും ഇന്നാരെയും കൂടി വയ്ക്കണം, അല്ലെങ്കിൽ ബോർഡ്, ദേവസ്വം ബോർഡ് പറയും, പ്രസിഡൻറ്റും മെമ്പർമാരും പറയും ഇദ്ദേഹം പരിഗണിച്ചിരിക്കണം പരികർമ്മിയായിട്ട്. അതുമാത്രമേ ഇവിടെ തന്ത്രി ചെയ്തിട്ടുള്ളൂ. ഹിന്ദു ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും പറയുന്നത് തന്ത്രിയല്ല, മന്ത്രിയല്ല, മന്ത്രവാദിയായാലും ശബരിമലയുടെ മുതലെടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ദുരൂഹത, ED അന്വേഷണം വന്നപ്പോൾ, കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്ത്രിയുടെ പുറകെ പോവുകയാണ്. ആ തന്ത്രിയുടെ പുറകെ പോകുന്നതിൽ ഒരു ദുരൂഹതയുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ പോയി ജാമ്യമെടുത്ത് പുറത്ത് നിൽക്കുകയാണ് അതിൻ്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്ന ശങ്കരദാസ് ടീം. പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അകത്ത് റിമാൻഡിൽ കിടക്കുകയും ചെയ്യുന്നു. അതുപോലെ മുരാരി ബാബുവും അകത്തുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 13ാമത്തെ പ്രതിയായ തന്ത്രിയെ ഇത്ര പെട്ടെന്ന് ധൃതിയിൽ അറസ്റ്റ് ചെയ്തതിൽ നമുക്കൊരു ദുരൂഹത ഇല്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട്. എനിക്ക് സംശയം എല്ലാം കൂടി കൊണ്ടുവന്ന് തന്ത്രിയുടെ മേൽ ചുമത്താനുള്ള ഒരു നീക്കമാണ് എന്നും, ഇനി തുടർന്നുള്ള പല CPM ഉന്നതരിലേക്കുള്ള ആ പോക്ക് തടയാനുമാണോ? അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമെല്ലാം ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. ഹൈക്കോടതിയാണല്ലോ അന്വേഷണം സുതാര്യമാണോ എന്ന് അറിയുവാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിട്ടുള്ളത്. അപ്പം അവർ കടലിനും ചെകുത്താൻ്റെ നടുവിലാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം. സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുമ്പം കറക്റ്റ് വീക്കിലി റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കണം. ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരുടെ മുകളിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പും ഗവൺമെൻറ്റും ഈ ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദമാണ്. അതുകൊണ്ടാണ് ഒരു റീഷബ്ലിംഗ് വന്ന 2 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പുതിയതായിട്ട് കയറ്റിയത്. ഇതുവരെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്ത്രി പ്രതിയല്ല. ഈ പുതിയ 2 ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ വന്നപ്പോൾ തന്ത്രി പ്രതിയായി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസി, ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ എല്ലാം ആ സമ്മർദ്ദത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വർണമായതുകൊണ്ടും വിദേശത്ത് പോയതുകൊണ്ടും അവർ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു.
അപ്പോൾ യഥാർത്ഥ പ്രതികളിൽ എന്ന് പറയുന്ന ഈ ചെറിയ പരൽ മീനുകൾ ആയിട്ടുള്ള മുരാരി ബാബുവും പത്മകുമാറും തന്ത്രി ഇപ്പോൾ പിടിച്ചിട്ടുള്ളതും എല്ലാം ചെറിയ ചെറിയ പരൽ മീനുകളാണ്. ഇനി വലിയ തിമിംഗലത്തെ പിടിക്കുവാൻ ഇഡിക്കും CBIക്കും കഴിയും. അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസിയായ CBIക്ക് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അന്വേഷണം സുതാര്യമല്ല. ഈ SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ്. അതിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും റിട്ടയർഡ് ചെയ്യുമ്പോൾ പ്രത്യുപകാരങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹമുള്ള ഉദ്യോഗസ്ഥർ സത്യസന്ധതയ്ക്ക് നീതിപൂർണമായ അന്വേഷണത്തിൽ കൂട്ടുനിൽക്കുകയില്ല. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ FIRൽ എഴുതും. അതുകൊണ്ടാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലുള്ള പറഞ്ഞിട്ടുള്ള FIRകൾ രീതിയല്ല ഈ SIT വീക്കിലി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തിരുത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ദുരൂഹതയല്ലേ? അപ്പോൾ അവർ പറയുന്നത് ശങ്കരദാസ് തുടങ്ങിയവർ ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ പോയി അത് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറ്റം ചെയ്തവർ പുറത്ത് നിൽക്കുകയും കുറ്റം ചെയ്യാത്ത തന്ത്രി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചെയ്യുന്ന ഒരു ആചാര്യനാണ്. ആ അയ്യപ്പ ധർമ്മശാസ്താവിൻ്റെ പ്രതിപുരുഷനാണ്. അദ്ദേഹത്തിനൊരു പരിധിയുണ്ട്. ഗവൺമെൻറ് പറയുന്നതേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് കുറ്റം ചെയ്തവരെ ഇവർ പുറത്ത് നിർത്തിയിട്ട് തന്ത്രിയെപ്പോലുള്ളവർ EDക്ക് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പിടിക്കുവാൻ പോകുന്നു? അതിനുള്ള ദുരൂഹതയാണ് ഹിന്ദു സംഘടനകൾ ചോദ്യം ചെയ്യണം, കേന്ദ്ര ഏജൻസിക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ സ്വർണം എല്ലാം വന്നിട്ടില്ല. സ്വർണ്ണം ഇപ്പോൾ ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ ഇത്രയും സ്വർണം മാത്രം പോയി. എത്ര 44 പവൻ എന്തൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ബാക്കി എന്തുമാത്രം സ്വർണമുണ്ട്? പിന്നെ ഇതിനകത്ത് ഉള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വടംവലികളുണ്ട്. അതുകൊണ്ട് പലരും ഇപ്പം മുൻ മന്ത്രിയെ രഹസ്യമായി ചോദ്യം ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുന്നു. അപ്പം മന്ത്രിയല്ല, ഇതിൻ്റെ മുഖ്യ കാരണക്കാരൻ നമ്മുടെ തന്ത്രിയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് മന്ത്രിമാരും കൂടിയല്ല തന്ത്രിമാരും കൂടി വരണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ആ പാട്ട് നമ്മുടെ ത്രിതല തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു. ഇനി അതിലപ്പുറം ഗുണം വരാതെ ഇരിക്കുവാൻ തന്ത്രയും കൂടി പ്രതിയാകുമ്പോൾ ഇത്തരത്തിൽ പ്രചരണം ഭാരതീയ ജനതാ പാർട്ടി എടുക്കുകയില്ല. ഇപ്പോൾ രണ്ട് മുന്നണി എന്ന് പറയുന്നത് UDFും LDFും പ്രതിസന്ധിയിലാണ്. ND മുന്നണി എന്ന് പറയുന്നത് ഒരു കൂട്ടാണ്. ഇതൊരു കുർവാ സംഘമായി കേരളത്തിലെ അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ മാറിയിരിക്കുന്നു. ഇത് അന്വേഷിച്ച് വന്നപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം പോയ ഈജിപ്തിൻ്റെ പുരാവസ്തു ശേഖരിക്കുന്ന കമ്പനികളിലൊക്കെയാണ്. ഇറ്റലി, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇന്ത്യയുടെ പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഉള്ളത് കോൺഗ്രസ് ബന്ധുമായിട്ടുള്ളവരാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കളുമായിട്ട് സോണിയയുടെ കയ്യിൽ ബ്രേസിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സോഷ്യൽ മീഡിയകൾ വരുന്നു. അപ്പോൾ ഈ അമ്പലം മോട്ടിക്കുന്നതിൽ LDFും UDFും ഒരു കുർവാ സംഘങ്ങളായി പ്രവർത്തിച്ച് നിന്ന് ജനങ്ങളിടയ്ക്ക് അറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതൊരു മേൽക്കോയ്മ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വരുമോ? അതുകൊണ്ട് ഇരിക്കട്ടെ അവരുടെ തന്ത്രയും കൂടി പ്രതി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത് ഇത് തികച്ചും തന്ത്രം ചെയ്താലും അറസ്റ്റ് ചെയ്യണം. നമ്മൾ അനുകൂലിക്കുന്നില്ല, ഒരു സംഘടനയെ അനുകൂലിക്കുന്നില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അനുഭവിക്കണം. പക്ഷേ അതിന് പ്രേരിപ്പിച്ചവർ പുറത്ത് നിർത്തിയിട്ട് ചെയ്യുന്നത് ശരിയല്ല. ഉദാഹരണത്തിന് ഈ ശങ്കരദാസ് എന്ന് പറയുന്ന ആൾ പണ്ട് ADMK-കാരനാണ്. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ADMK-ക്ക് വേണ്ടി വസ്തുവൊക്കെ വാങ്ങിച്ച് പ്രവർത്തിച്ച് തുടങ്ങി. ആ വസ്തു ഉൾപ്പെടെ CPIക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ബോർഡിലെ മെമ്പറായത്. 2 അദ്ദേഹം RSPയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ആൾ സുതാര്യമാണെന്ന് എങ്ങനെ അറിയാൻ ഒക്കും? അപ്പോൾ ആ പ്രത്യുപകാരം ഇരുന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ് ചെയ്തതാണോ എന്ന് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന് പോലീസിൽ സ്വാധീനിക്കാൻ കഴിവുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ജാമ്യമെടുത്ത് പുറത്തു വരുമ്പോൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണവും നീതിപൂർവമായ അന്വേഷണവും ശബരിമല ശാസ്താ ഭക്തരെന്നുള്ള നിലയിൽ ഹിന്ദുക്കളുടെ ഇടയിലും മറ്റു ജനങ്ങളുടെ ഇടയിലും സുതാര്യത വരണമെങ്കിൽ ഇതൊരു സുതാര്യമായ ഏജൻസി, കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ച് സ്വർണ്ണക്കടത്ത് പോലെ അന്വേഷണം കൊണ്ടുപോയാൽ മാത്രമേ സത്യസന്ധത പുറത്തു വരികയുള്ളൂ. ജനങ്ങൾക്ക് ശബരിമലയോട് ശാസ്താവിനോട് വിശ്വാസം വരികയുള്ളൂ. ഇത് കൂട്ട്
മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരെയും കൂടെ തന്ത്രിയും ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ സ്വർണ്ണക്കടത്ത് പോലെ എത്തുമെന്നൊരു ധാരണ ഗവൺമെൻറ്റിന് ഉള്ളതുകൊണ്ടാണ് ഈ തന്ത്രിയെ കുടുക്കിയതെന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.